ആ ആ ആ ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം ഇനി എൻ്റെ മാത്രം എൻ്റെ മാത്രം ഇതെന്തോ തിരുവാതിര കളിയാണോ ഇത്? മോഡേൺ തിരുവാതിര അടിപൊളി. ആ നന്നായിട്ടുണ്ട്. മതി അവസാനം ഓണത്തല്ലുമായി. നമ്മുടെ പുതിയ യാത്രാ വിശേഷങ്ങളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം രാത്രി 12:30 മണിയായി. ഉത്രാടപ്പുലരി എന്ന് തന്നെ പറയാം. അന്നത്തെ ദിവസത്തെയാണ് ഈ വീഡിയോ. നമ്മൾ അന്ന് ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. ഈ പ്രാവശ്യം ഓണം ഒന്ന് നാട് വിട്ടാലോ എന്ന് വിചാരിച്ചു. ഒരുപാട് ആലോചിച്ചു. അമ്മ അടുത്തിടയ്ക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും കണ്ടതല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആകെ എനിക്ക് നാട്ടിലെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അമ്മയെ കാണുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ, എന്നെ ഇങ്ങനെ മെൻ്റലി ഹറാസ് ചെയ്യാനായിട്ട് 2 വ്യക്തികളുണ്ട്. ഞാനത് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൂടെ ഭുഷിപ്പിക്കുന്നില്ല. നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം അത് ആരാണെന്നും എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഓണം ഒന്ന് വെറൈറ്റിയായി മാറ്റിപ്പിടിച്ചാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത്. ഒരു 10 ദിവസത്തെ ട്രിപ്പായിരുന്നു. പോകുന്ന മറ്റൊന്നും എവിടേക്കുമല്ല, മൗറീഷ്യസിലേക്കാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ ലേഡിക്ക് തലയ്ക്ക് സുഖമില്ലേ? കാര്യം ഇത് 3ാമത്തെ ട്രിപ്പാണ്. ലാസ്റ്റ് ഇയർ മാത്രം നമ്മൾ പോയില്ല. കാര്യം ഇപ്പം നിലവിൽ എനിക്ക് ആ ഒരു കൺട്രി അത്ര പ്രിയപ്പെട്ടതാണ്. അത് വാക്കുകളിൽ കൊണ്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണ് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ പോകെ നിങ്ങൾക്കും മനസ്സിലാവും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഇൻഡിഗോയിലാണ് പോയത്. മുംബൈയിൽ നിന്നാണെങ്കിൽ എയർ ഇന്ത്യയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഇപ്രാവശ്യം ഇൻഡിഗോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഫ്ലൈയിങ് അവേഴ്സ് ആൻഡ് 6 അവേഴ്സേ ഉള്ളൂ. പക്ഷേങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണെങ്കിൽ അവർ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് കാരണം തന്നെ എന്താ പറയുന്നത്, നമ്മൾ ഡൊമസ്റ്റിക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചെറിയ പേപ്പർ ഗ്ലാസ്സിൽ ഒരു വെള്ളം തരുമല്ലോ ചോദിക്കുമ്പോൾ, ഇതിൽ നോർമൽ സൈസിലുള്ള ഒരു ഗ്ലാസ്സിൽ വെള്ളം തരും. ഈ ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫുഡ് ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് നമുക്ക് ഫുഡ് കിട്ടി. ഇത്രയും ലോങ് യാത്രയിൽ അതും കിട്ടിയതോ സാൻഡ്വിച്ച്, അത് കഴിക്കാൻ കൂടെ കൊള്ളില്ലായിരുന്നു. എങ്കിലും കഴിച്ചുവെങ്കിലും ഒരു സമാധാനം, നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെല്ലാൻ പറ്റിയല്ലോ. ട്രാൻസിറ്റ് പരിപാടിയൊന്നും ഇല്ലായിരുന്നില്ല. അത് മാത്രമാണ് ഒരു ഹൈലൈറ്റ്. അപ്പം ഇവിടുത്തെയും അവിടുത്തെയും തമ്മിൽ ടൈം ഡിഫറൻസ് ഒരു 1.5 hours ഉണ്ട്. അപ്പം നമ്മൾ അവിടെ എത്തുന്നത് ഒരു 8:30 ആ ഒരു ടൈമിലാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ബ്യൂട്ടി ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. കാര്യം ഞാൻ എൻ്റെ 2 സീരീസ് ഒരുമാതിരി അവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എയറോ ബ്രിഡ്ജ്, ഇത് ഇങ്ങനെ വന്ന് കണക്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലായിരുന്നു സീറ്റ് എടുത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് കാണാൻ കിട്ടിയൊരു കാഴ്ചയാണ് ഇത്. പലർക്കും അറിയാം. നമ്മൾ ഫ്ലൈറ്റിൽ ജേർണി ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നു. നമ്മളിപ്പോൾ കണക്ട് ചെയ്ത ആ ബ്രിഡ്ജിൽ കൂടാണ് നമ്മളിപ്പം ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ ഈ സീനുകളെല്ലാം നമ്മുടെ പഴയ എല്ലാ വീഡിയോസിലും ഷോർട്സിലും ഒക്കെ ഉള്ളതാണ്. മുകളിൽ കാണുന്ന ബോർഡ് പല ഷോർട്സിലും ഉള്ളതാണ്. അതിൽ ഹിന്ദിയിൽ വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്രഞ്ച്, ഒന്ന് ചൈനീസ് ലാംഗ്വേജാണെന്ന് തോന്നുന്നു, ഒന്ന് ഇംഗ്ലീഷ്, ഒന്ന് ഹിന്ദിയാണ്. പിന്നെ കസ്റ്റംസിൻ്റെ അവിടെ ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ നമുക്ക് ഇതൊന്നും എടുക്കാം അലൗഡ് അല്ലല്ലോ. അവിടെ ആ ഹെൽത്ത് ചെക്കിലും ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് വിസ ഓൺ അറൈവൽ 5 minutesനകം നമുക്ക് കിട്ടും. 3 months വിസ നമുക്ക് അവിടെ കിട്ടുന്നതാണ്. അവിടെ വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇത് കസേല, ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഫുൾ ഗ്രീനറി കണ്ടപ്പോഴാണ് നമ്മൾ ഇത് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് ഒറിജിനൽ ഇതായിരുന്നു. അതാണ് അവിടെ അതിൽ വെള്ളം ഒഴിക്കുന്നത് കണ്ടത്. പിന്നെ നമ്മുടെ ബാഗൊക്കെ കിട്ടി. ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽഡ് പറയുന്നില്ല. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതെല്ലാം കാണിച്ച് നിങ്ങളെ മുഷിപ്പിക്കില്ല. അങ്ങനെ നമ്മളിവിടെ റെൻറ്റിന് കാർ എടുത്തു. ഈ പ്രാവശ്യം ഇതിനകത്തുനിന്ന് തന്നെ അല്ലായിരുന്നു. നമ്മൾ മോറി കണക്ട് ഫസ്റ്റ് സീസണിൽ നമ്മളെടുത്ത ആ ഒരു കമ്പനിയായിട്ടാണ് ടൈപ്പ് ആയത്. അപ്പോൾ അവർ ഇവിടെ റെൻറ്റ് ഭയങ്കര കൂടുതലായിട്ട് അവരൊരു 5 minutes ദൂരമായിട്ടാണ് അവരുടെ ഓഫീസ്. അപ്പം നമ്മളെ അവർ പിക്ക് ചെയ്യാൻ വന്നതാണ്. നമ്മൾ എത്തുമ്പോൾ തന്നെ അവർ നമ്മളെ റിസീവ് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ നമ്മളെ അവരുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ട കാറ് തരുന്നതാണ്. ഇത് നോക്ക്, ഇന്ത്യൻ ഓയിൽ അവിടെ
ഇന്ത്യയും ഈ മൗറീഷ്യസുമായിട്ടുള്ള കണക്ഷൻ ഒന്നും ഇനി ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ എനിക്കൊരു ബുക്ക് ട്രാവൽ ഗൈഡ് എഴുതാം എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം എഴുതാം. അത്രയ്ക്കാണ്. ഇത് കണ്ടോ, അയ്യോ മൗറീഷ്യസിലുണ്ടായിരുന്ന മറ്റേ നമ്മുടെ കരിമ്പിൻ പൂവിൻ്റെ ഷോർട്സ് അതെന്താണെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. അതെല്ലാം പാടത്ത് വെട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് കൃഷിയൊക്കെ കഴിഞ്ഞത്. ഇത് നോക്കിയേ, ഒരു റോഡിലെ ഒരു എന്താ പറയുന്നത്, ഒരു മരം ഇങ്ങനെ തനിച്ചിങ്ങനെ നിൽക്കുന്നത് എന്തൊരു ഭംഗിയാണെന്നറിയാം. അവിടുത്തെ ബ്യൂട്ടിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, ഈ ബിൽഡിങ്ങുമായിട്ട് നമുക്ക് ഒരുപാട് കണക്ഷൻ ഉണ്ട്. അതും പോകെ നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. പിന്നീട് പറയാം, എപ്പോഴേ പറഞ്ഞാൽ അതിനൊരു രസമില്ലല്ലോ. പിന്നെ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് നമ്മളെ Airbnb വഴിയാണല്ലോ എപ്പോഴും വീടെടുക്കുന്നതും. അത് നമ്മുടെ വീഡിയോസ് നേരത്തെയുള്ള സീരീസൊക്കെ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാമല്ലോ. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷൻ അനുസരിച്ച് അവിടെ എത്തി. അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ഇവിടെ കാണിക്കാൻ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇവിടെ എവിടെയോ ഏതോ ആണ് വീട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹൗസ് ഓണറെ വിളിച്ചു, വീട് പിടികിട്ടി. അങ്ങനെ നമ്മളവിടെ എത്തി. നല്ല വീടാണല്ലോ. വീടിന് പുറത്തൊരു ലോക്കറിലാണ് അവർ കീ വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് പാസ്വേഡ് പറഞ്ഞു തന്നാൽ നമ്മൾ കീ എടുത്തു. അല്ല ഒന്ന് തുറക്കാവോ? പൂ എടുത്ത് പിടിച്ച് വെക്കണം, ഇപ്പോഴേ അവിഞ്ഞു കാണും. കട്ടലേ വെക്കണ്ടായിരുന്നു, അഴുക്ക് കാണും. എൻ്റെ കയ്യിലിരുന്ന് ആ റെഡ് ചെറിയ ബാഗ് നിറച്ച് സ്വീറ്റ്സാണ്. അത് ഞാൻ എയർപോർട്ടിൽ നിന്ന് വാങ്ങിയത്. കുറച്ച് വില പുറത്തേക്കാട്ടി കൂടുതലാണെങ്കിൽ പോലും നമുക്ക് ആ വെയിറ്റിൻ്റെ ഒരു കാര്യം നമുക്കത് ഒരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് വെയിറ്റ് ഒരു പ്രശ്നമല്ല. അയ്യോ കുഴപ്പമില്ല. ഏതാണ്ട് അയ്യോ ഇതൊക്കെ അങ്ങ് ഇതായിപ്പോയി കേട്ടോ. ഏതാണ്ട് പൂക്കടയിൽ നിൽക്കുന്ന ഫീല്. ഒന്നേ ഞാൻ വെച്ചുള്ളൂ, ഒന്നേ ഉള്ളായിരുന്നു. ഇൻ്റർനാഷണൽ ട്രിപ്പിൽ ഇങ്ങനെ പൂക്കൾ ഹാൻഡ് ബാഗിൽ വെക്കാൻ പാടില്ല. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാമായിരുന്നു. അത് കാരണം ഞാൻ ചെക്കിൻ ബാഗിലാണ് പൂ വെച്ചത്. നവ്യ നായർക്ക് പറ്റിയ അബദ്ധമൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് വണ്ണം കൂടിയതായിട്ട് തോന്നിയില്ല. ഞാനൊരു 4 ടോപ്പും 3 ജീൻസും ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ജാക്കറ്റ് കൂടെ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ലഗേജ് 4.5 കിലോ കൂടുതലായിരുന്നു. ഓരോ ഇൻ്റർനാഷണൽ ട്രിപ്പിൽ ഓരോ കിലോയ്ക്ക് ഒത്തിരിയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റീല് കണ്ട് പരീക്ഷിച്ച് നോക്കി. ഞാൻ അത്രയും ഡ്രസ്സും കിട്ടും. കൂടെ 2 എക്സ്ട്രാ ബുക്കും എനിക്ക് കൊണ്ടുവരണമായിരുന്നു. ആ ബുക്കും ഞാൻ കൈ പിടിക്കുമായിരുന്നു. ഒന്ന് ഫ്രഷൊക്കെ ആയ ശേഷം നമ്മളെത്തി. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോകെ പറയാമെന്ന് പറഞ്ഞ റീസൺ. നമ്മളിവിടെ എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? നമ്മുടെ രാജകുമാരി ഇവിടെ ഒരു 4 വർഷമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഓണമാകുമ്പോൾ ഒരു മിസ്സിങ്. ഈ പ്രാവശ്യം എന്നാൽ അവിടെ അടുക്കലോട്ടിങ്ങ് വരാമെന്ന് വെച്ചാൽ അവിടെ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു. അവർക്കൊരു കോളേജിലല്ല, പുറത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്പോർട്സ് വീക്ക് നടക്കുമായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തിയതാണ് അവിടെ അടുക്കൽ. കുട്ടികൾക്ക് ലഞ്ച് ടൈം ആവുന്നു. അപ്പം നമ്മളെ നിർബന്ധിച്ച് ഒന്ന് ലഞ്ച് കഴിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന്. അന്ന് പുലാവും സോയാ കറിയായിരുന്നു. നോർമലി ഫുഡ് മോശമാണ്, പക്ഷേ അന്ന് സ്പോർട്സ് വീക്കൊക്കെ നടക്കുന്നുണ്ട്, നല്ല ഫുഡായിരുന്നു കുട്ടികൾക്ക്. അവിടുന്ന് നമ്മൾ അവളെ കൂടെ വിളിച്ചിട്ട് നമ്മുടെ സൂപ്പർ യുവിൽ പോയി. നമ്മുടെ സൂപ്പർ യു എന്നൊക്കെ ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ വീഡിയോസ് ഓൾറെഡി 2 വീഡിയോസ് നമ്മുടെ 2 സീരീസിലുണ്ട്. അവിടെ പോയി നമ്മൾ പിന്നെ പിസ്സയൊക്കെ കഴിച്ചായിരുന്നു, ലഞ്ച് കഴിച്ചായിരുന്നു. തേങ്ങ വെള്ളം കിട്ടത്തില്ലല്ലോ, അത് നമ്മൾ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം വാങ്ങി. പിന്നെ ഇവളെ ഹോസ്റ്റലിൽ നിന്ന് അവിടെ സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് പെർമിഷനൊക്കെ പ്രത്യേകം നേരത്തെ നമുക്ക് വാങ്ങിക്കണമായിരുന്നു. 10 ഡേയ്സ് നമ്മുടെ കൂടെ നിർത്താനുള്ള. അതൊക്കെ വാങ്ങി നമ്മൾ അങ്ങനെ താമസിക്കുന്ന ഫ്ലാറ്റല്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് വീട്. ആ വീടിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇതിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. പിറ്റേ ദിവസത്തെ ഓണത്തിനുള്ള ഒരുക്കങ്ങളാണ്. കുറേ പച്ചക്കറികളും കൂടെ വാങ്ങാനുണ്ട്. ഓണിക്കുത്ത് മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂവോ 24 നടക്കുന്നു. അത് പിന്നെ അവിടെ ചെന്നാലും ആയല്ലോ. അയ്യോ നാട്ടിലപ്പോൾ 2:30 മണിയായി. ഇവിടെ കുക്കിംഗ് ഒന്നും ആയില്ല. തപ്പൂവിൻ്റെ ഫ്ലൈറ്റ്. എന്നാലും ഇവിടെ ഫ്ലൈറ്റ് കയറി വന്നപ്പോൾ ഇനിയുണ്ട് കുറേ പൂവുണ്ടല്ലേ. നല്ല വെയിൽ. അത്തപ്പൂ അതായാലും സൂപ്പറായിട്ടുണ്ട്. രാത്രി ആയപ്പോഴാ വെള്ളയൊക്കെ പൂ വാങ്ങിക്കാന്ന് വെച്ചാൽ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? പായസത്തിന്റെ അടിയിലൊന്നും അത്രയൊന്നുമില്ല. എന്ത് അടപ്രഥമൻ എന്തിയോ സാമ്പാറല്ലേ, ചുമന്ന ചോറ് ഒഴിച്ചില്ല. ഒരു 11:30 മണിക്കാണ് എനിക്ക് ഒരു ആഫ്രിക്കൻ ലേഡിയുടെ കയ്യിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് ചക്ക വാങ്ങാൻ കിട്ടി. അവിയൽ റെഡിയായത്. പിന്നെ ഇവിടെ സ്പോർട്സ് വീക്ക് നടക്കുന്നതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ വൈകിട്ടാണ് വന്നത്. അപ്പം നമ്മൾ കാത്തിരിക്കുമായിരുന്നു അവർക്ക് വേണ്ടി. തുമ്പി തുള്ളാൻ വായോ
ആരും ഇല്ലാത്തത് വിഷമം കുട്ടികൾ ഫ്രീ ആയത് ഒരു 8 മണിയായി. നേരത്തെ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് ഏട്ടനും മോളും കൂടെ ഇവളുടെ റൂംമേറ്റിനെ പോയി ഹോസ്റ്റലിൽ നിന്ന് പോയി ആദ്യം പിക്ക് ചെയ്തുകൊണ്ട് വന്നു. കാര്യം ഇവിടെ വേഗം ഉറങ്ങുന്ന ഒരു സിറ്റിയാണ്. നമ്മൾ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഇവരൊരു 7 പേര് ഫ്രണ്ട്സ്. അപ്പോൾ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട്, അത് സൗത്ത് ആഫ്രിക്ക എന്നുള്ള. ആ കുട്ടിക്ക് നല്ല പനി ആയതുകൊണ്ട് അത് വന്നില്ല. ബാക്കി ബോയ്സ് എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. ഇവരുടെ ക്ലാസ്സിൽ മലയാളികളാരും ഇല്ല കേട്ടോ. അപ്പോൾ അവരെ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്യേണ്ടി വന്നു. ഇവിടെ രാത്രിയിൽ കണ്ടുപിടിക്കുന്ന ഇത്തിരി പാടുള്ള കാര്യമാണ്. अरे ये क्या लगी है? നോർത്ത് ഇന്ത്യയിലെ ഒരു കൾച്ചറാണ് മുതിർന്നവരെ കണ്ട കാട് തൊഴണമെന്നുള്ളത്. കുട്ടികൾ കുറേ ഗിഫ്റ്റും ബൊക്കെയൊക്കെ ആയിട്ടാണ് എനിക്ക് വന്നത് കേട്ടോ. നാട്ടിൽ നിന്ന് തന്നെ ഞാനൊരു 10 വാഴയിലൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ഈ കുട്ടികൾ തന്നെ പറഞ്ഞു, ആൻറ്റി നമുക്ക് താഴെ ഇരുന്നുണ്ണ, അങ്ങനെ മാറ്റൊക്കെ വലിച്ചിട്ട് ഞാൻ ഇട്ടിരുന്നത്. പക്ഷേ ഇവർക്ക് കൈകൊണ്ട് ഉരുള ഉരുട്ടി ഉണ്ണാൻ അറിയത്തില്ല. അതിന് നമ്മൾ കാണിച്ചൊക്കെ പറഞ്ഞുമൊക്കെ കൊടുക്കുമായിരുന്നു, ഇങ്ങനെ ഉരുള ഉരുട്ടി കഴിക്കുന്നതൊന്ന്. സത്യത്തിൽ കഷ്ടം തോന്നി. ബോൾ ഉണ്ടാക്കണോ അതോ അപ്പം പിന്നെ പറഞ്ഞ് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ കഴിച്ചത്. 2 എണ്ണത്തിൻ്റെ കള്ളത്തരം കണ്ടു. ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, ഇന്ത്യൻ ടൈം അനുസരിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. ये तो बुझाता है। ऐसे बुझाने रहता है अंकल നമ്മൾ സാധനം വാങ്ങിച്ച കൂട്ടത്തിൽ ഈ കുട്ടികളെ കേക്ക് കൂടെ വാങ്ങിയിരുന്നു. ഇത് രാജസ്ഥാനിൽ നിന്നുള്ള കുട്ടിയാണ്. ഈ ഒരു ഓണം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു തന്നത് കേട്ടോ. ഞാൻ മരിക്കുന്നിടം വരെ ഈ ഒരു ഓണം എൻ്റെ മെമ്മറിയിൽ എന്തും കാണും. അപ്പം എൻ്റെ ഈ കുഞ്ഞ് സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയ വിശേഷങ്ങളുമായി വരുന്നവരേക്കും നന്ദി.